വാർത്തകൾ തുടരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനെന്ന് മുൻ നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ. പാകിസ്ഥാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രകോപനമാണെന്നും സംഭവത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുൻപ് നടത്തിയതുപോലുള്ള സ്ട്രൈക്കിനാകും സാധ്യതയെന്നും ഇന്ത്യ സമീപകാലത്ത് മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം വിപുലീകരിച്ചതാവാം ശത്രുതയ്ക്ക് കാരണമായതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. കാശ്മീരിലെ പെഹൽഗാമിലുണ്ടായിരിക്കുന്ന കൂട്ടക്കുരുതി കഴിഞ്ഞിരിക്കുന്നു. 29 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അതിയായ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് നയതന്ത്ര വിദഗ്ധനായ ശ്രീ ടി.പി. ശ്രീനിവാസാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, എങ്ങനെയായിരിക്കും ഇനി അടുത്ത ഇടപെടലുകൾ നയതന്ത്രപരമായി? അല്ല, ഇത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാവരും അതിൽ ഒരു ഭാഗഭാക്കാനുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ. ആർക്കും ആരെയും കൂടെ സഹകരിക്കാനുള്ള സാധ്യതകളില്ല. വിശേഷിച്ചും പ്രസിഡന്റ് ട്രംപിൻ്റെ നയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത് അവരുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവർ കൈവരിച്ചിട്ടുള്ള വിജയത്തിനൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രസിഡന്റ് ക്ലിൻ്റൺ വന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരു വലിയ ആക്രമണം ഉണ്ടായി. അമേരിക്കയുടെ കാര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാന് യാതൊരു ഫ്യൂച്ചറും ഇല്ല. അവർക്ക് ട്രംപിന് പണ്ടേ പാകിസ്ഥാനോട് വലിയ സഹകരണമൊന്നുമില്ലായിരുന്നു. അമേരിക്കയുടെ ഫണ്ടിങ് എല്ലാം നിർത്തുകയുണ്ടായി. അതുപോലെ ഇപ്പോഴാണെങ്കിൽ അവർക്ക് താലിബാൻ്റെ സഹായവുമില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരായിട്ട് താലിബാനെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയിലാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ലോകം സംഭവിക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ ഇത് പ്രതീക്ഷിക്കേണ്ടത് തന്നെയായിരുന്നു, വിശേഷിച്ചും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നമ്മുടെ നാട്ടിലുള്ളപ്പോൾ. കാരണം ഇവരെപ്പോഴും ഒരു അവസരത്തിന് കാത്തു നിൽക്കുകയാണ്, ഒരു പ്രൊവക്കേഷന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരുന്നു. അവരുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് സൗദി അറേബ്യ. പക്ഷേ സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ ഇന്ത്യയോടാണ് കൂടുതൽ താല്പര്യവും. ഇന്ത്യ, അമേരിക്ക, സൗദി അറേബ്യ എന്നുള്ള ലിങ്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ നമ്മളെല്ലാവരും അസൂയയോടുകൂടിയാണ് നോക്കുന്നത്. അതുപോലെ വൈസ് പ്രസിഡന്റിൻ്റെ പ്രസംഗം വളരെ ഹൃദ്യമായ ഒരു പ്രസംഗമായിരുന്നു. സാധാരണ ഡൊണാൾഡ് ട്രംപ് പറയുന്ന പോലെ അല്ല, അദ്ദേഹം വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് അമേരിക്കയും ഇന്ത്യയും സഹകരിക്കേണ്ടതെന്നും ഒക്കെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ തോന്നിക്കാണും നമ്മളുടെ ഈ പ്രശ്നം, കാശ്മീർ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ നോർമലൈസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇടമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മളെന്ത് ചെയ്യുന്നുള്ളത് നമ്മളുടെ അറിവുകളിൽ നിന്ന് ആയിരിക്കും. ഇതുവരെ 1-2 ഭീകരർ നമ്മൾ അറിയാവുന്നവർ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഊഹാപോഹങ്ങൾ. പക്ഷെ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളൊരു മറുപടി നൽകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുമോ? രാജ്യങ്ങൾ തങ്ങളിലുള്ള ഒരു യുദ്ധം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടായിരുന്നു? അല്ല, യുദ്ധം എന്ന രീതിയിലുള്ളതല്ല. പണ്ടത്തെ പോലെ ഒരു സ്ട്രൈക്സ്, ഈ അവരുടെ ക്യാമ്പിനെതിരായിട്ടൊരു സ്ട്രൈക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പാകിസ്ഥാനെതിരായിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ളത് കൊണ്ട് നമ്മളവിടെ സ്ട്രാറ്റജിക് സ്ട്രൈക്സ് നടത്തിയാൽ അത് തീർച്ചയായും പാകിസ്ഥാൻ തന്നെ ആയിരിക്കും ക്ഷീണം. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഈ ഭീകരരെ കണ്ടുപിടിക്കുകയും അവരെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലായിട്ട് കഴിയാം. പക്ഷേ അത് കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അതിർത്തിയിലെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു മനഃപൂർവ്വ പ്രകോപനമാണോ ഇത് അവരുടെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള? തീർച്ചയായും അതെ. മനഃപൂർവ്വം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അമേരിക്ക മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇന്ത്യയോട് ഇത്ര കൂടുതൽ സഹകരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കാനാണ്. ട്രംപിന് കാശ്മീരിനെ പറ്റിയൊന്നും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ UN-ലോ അവിടെയൊക്കെ ഇത് ഉയർന്നു വരുമ്പോൾ പാകിസ്ഥാൻ അവരുടെ തന്നെയുള്ള അഭിപ്രായങ്ങൾ പറയുകയും ക്ലെയിം പറയുകയും ഇവിടെ ഇത് നടക്കുകയാണ്, ലൈൻ ഓഫ് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. വിശേഷിച്ചും ചൈനയും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിരിക്കുന്ന തകരാറുകൾ അതും പാകിസ്ഥാനെ അലോസരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. കാരണം ചൈനയും അമേരിക്കയും കൂടി നിൽക്കുകയായിരുന്നല്ലോ ബൈഡൻ്റെ കാലത്ത്. അപ്പോൾ ചൈന അമേരിക്കയായിട്ടുള്ള ബന്ധം വളരെ ശക്തമാകുമ്പോൾ ഇന്ത്യയോട് ചൈന കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ടെന്നും അവർക്കറിയാം. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് ബേസിക്കായിട്ടുള്ള എൻ്റെ അഭിപ്രായം, ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇന്ത്യ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു? പ്രതീക്ഷിക്കേണ്ടതാണല്ലോ, എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കാരണം നമ്മളവരോട് ചർച്ച നടത്താത്തതല്ലേ പറയുന്നത്. നമ്മൾ പറയുന്നത് ഭീകര പ്രവർത്തനം നടത്തുന്നോളം കാലം ഞങ്ങൾ സംഭാഷണം നടത്തുകയില്ല എന്നുള്ളതാണ്.
അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അമേരിക്ക ചൈന ബന്ധം, ഇന്ത്യ അമേരിക്ക ബന്ധം, സൗദി അറേബ്യ ഇന്ത്യ ബന്ധം, ഇതൊക്കെ പാകിസ്ഥാനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമുക്കിത് കാണാൻ. അവിടെ നമ്മുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാവുകയാണല്ലേ? ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ വന്നിരിക്കുകയല്ലേ? കാരണം ഇതിനും അപലപിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? അത് തീർച്ചയായിട്ടും. അത് പക്ഷേ സെക്യൂരിറ്റി കൗൺസിൽ ഡിബേറ്റിന് പോകുമ്പോൾ അവിടെ പഴയ കഥകളൊക്കെ അവർക്ക് കൊണ്ടുവരില്ലേ? റെഫറൻഡത്തിന് എന്ത് പറ്റി, അതൊക്കെ നമുക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് നമ്മൾ റെഫറൻഡം ചെയ്യുന്നില്ല? കാരണം നോർമലൈസേഷൻ റിലേഷൻ ഉണ്ടായിട്ടാണ് ഇത് റെഫറൻഡം നടത്താവുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം ഇപ്പോഴില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു സ്ലീപ്പിംഗ് ഡോഗ്സിലായി എന്നുള്ള ഒരു മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ലോകക്രമം തന്നെ മാറ്റി എഴുതുന്ന സമയമാകുമ്പോൾ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അവിടെ നമ്മുടെ റിയാക്ഷൻ ഓൾസോ ഹാസ് ടു ബി കൺസിസ്റ്റൻറ്റ് വിത്ത് വാട്ട് പാകിസ്ഥാനീസ് ആർ ട്രൈങ് ടു ഡു. ഈ ലഷ്കറുകളുടെ ആക്രമണം മറ്റ് സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കാവോ? ഇത്തരത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അവർ അതിർത്തിയിലാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യക്കകത്തേക്ക് വന്നാൽ അവർക്കൊരു രക്ഷയുമില്ലല്ലോ പോകാൻ. ബോംബെയിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യക്കകത്ത് ആക്രമണം നടത്തിയതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. പ്രകോപനമാണ് ശരിക്കും. തീർച്ചയായിട്ടും പ്രകോപനം നമുക്കുള്ള പ്രകോപനം മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു അലേർട്ടാണ്. ഇന്ത്യയോട് കൂടെ നിന്നാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും, യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിവെയർ, ഡോണ്ട് ബി സോ ക്ലോസ് ടു ദ ഇന്ത്യൻസ് എന്നുള്ളൊരു മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. തീർച്ചയായും ഇതൊരു കൃത്യമായൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നയതന്ത്ര വിദഗ്ധനായ ശ്രീ ടി പി ശ്രീനിവാസ് ഐഫസും നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും പോൾ ശ്രീകാര്യത്തിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിൽ പിന്നിലെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള സൂരി എന്ന പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി